ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഫാമിലി വിശേഷങ്ങളൊക്കെ കേട്ടോ ഷെയർ ആക്കുന്നത്. അതായത് ഞങ്ങൾ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് കേട്ടോ. ഇക്കാക്ക് 2 സിസ്റ്റർമാരാണുള്ളത്, ഒരാൾ വേങ്ങരയിലും ഒരാൾ കുന്നുംപുറത്തും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് വേങ്ങരയിലുള്ള സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ്. അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങളെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൂടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് ഇന്നിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് ഈവനിങ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ എത്ര പെട്ടെന്ന് അവർ വീട്ടിലേക്ക് പോകുന്നത്, ഇന്നിപ്പോൾ ഉച്ചക്കല്ല അവർ വീട്ടിൽ നിന്ന് പോയത് എന്നൊക്കെ. പക്ഷേ നമുക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഈവനിങ് ഒക്കെ പോകാൻ തന്നെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് ആവശ്യം വന്നപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് തിന്ന പാട് വേഗം പോകുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇവർ വീട്ടിലേക്ക് ബുള്ളറ്റ് മാൻ വരുന്നുണ്ട് കേട്ടോ. ബുള്ളറ്റ് മാനുവിനെ അറിയാത്തവരായിട്ട് വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ എന്ന് കരുതുന്നു. കാരണം യൂട്യൂബറാണ് അദ്ദേഹം, ഒരുപാട് കഴിവുള്ള മക്കളെ ഇങ്ങനെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ മോൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അവൻ അത്യാവശ്യം ക്രാഫ്റ്റ് ഐറ്റംസ് അതുപോലെ തന്നെ ക്ലേ ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. വളരെ ചെറുപ്പം മുതലേ അവനക്ക് ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് ഉണ്ടാക്കുന്ന ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, കുറേയൊക്കെ കേട് വന്ന് പോയിട്ടുണ്ട്. എന്നാലും ഉള്ളത് വെച്ച് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുള്ളറ്റുമാൻ വന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. പേഴ്സണലി എനിക്കും ഇക്കാക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഹലോ, ബുള്ളറ്റുമാനാണ്. ഞാനിപ്പോൾ ഉള്ളത് വേങ്ങര ചുള്ളിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. ഞങ്ങൾ തുടക്കത്തിലൊരു വീഡിയോ കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ ഒരു അൻസാദിൻ്റെ കരകരുത്. അൻസാദ് എത്രയില്ലേ? 10ാം ക്ലാസ്സിൽ. ഇത് അനിയനില്ലേ അൻഷിദ്, 2 ആൾ കൂടിയുള്ള കുറച്ച് കരകരുതാണ്. നമ്മളൊരു ഇത് പാവ ഇതെന്താ ക്യാരക്ടറുമാരില്ലേ, ഇത് കയ്യൊക്കെ തൊട്ടാൽ കൊണ്ടു പോകും. ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ക്ലേ മോഡലിങ് നടക്കും ശരിക്കും പറയാം അല്ലേ. അൻസാദ് പ്രവാസിയാണെന്നല്ലാതെ അപ്പൊ മോന്റെ കൈകൾക്കൊക്കെ നിങ്ങൾ അനുകൂലമാണ്, ഫുൾ സപ്പോർട്ടാണ് ഇതിലൊന്നുകൂടി. അതായത് ഇപ്പോൾ ഇത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ ഇനി എനിക്ക് ബെറ്ററായിട്ട് കൊണ്ടുവരാൻ പറ്റുമാണ്. ഇത്ര നല്ല അവർ ഉണ്ടാക്കിയത് ഒരുപാട് കാലങ്ങളിലാണ് ചെറിയ ചെറിയ കുട്ടികളെ നന്നായി ഉണ്ടാക്കിയത്. അതിങ്ങനെ എൻ്റെ കൂടെ അങ്ങനെ വന്നു, അവർ സമ്മതിച്ച് ഒരുപാടാണ് ഉണ്ടാക്കി. പക്ഷെ അവർ പിള്ളേരൊക്കെ വന്ന് കളിക്കും, കേടരും, ഒഴിവാക്കും. അങ്ങനെയാണ് ഇത് മാത്രം ബാലൻസ് ആണ്. ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മക്കളൊക്കെ വരുമ്പോഴേ കളിക്കാടും നമ്മള് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കഴിവുള്ള മക്കൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പല വീട്ടിലുണ്ടാവും. ചിലപ്പോ ഒരുപാട് മക്കളെ ചെറുതും പറ്റായിട്ടുള്ള മക്കള് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ അവന് മണ്ണ് ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഈ വാഹനങ്ങൾ അതുപോലെ തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ കാർഡ്ബോർഡ് പേപ്പർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അവരെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ നാത്തൂന് അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അവൾ അടിപൊളി പലഹാരങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കൊടുത്തു. അതിനുശേഷം അവർ പോയി. കൊടുക്കേ ഡാറ്റ എടുത്താണോ? അങ്ങനെ ബുള്ളറ്റുമാൻ വീഡിയോ എടുത്തൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം കൂടെ അവിടെ സംസാരിച്ചിരുന്നു. പിന്നെ മരുഭാഗം കൊടുത്തതിന് ശേഷം കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ ബ്രദറിൻ്റെ ഷോപ്പിൽ നിന്ന് കയറിയതാണ്. ഇന്നലെ കേട്ടോ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പം ഇന്നലെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇന്ന് ഈ വഴി വന്നപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പ്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട് റീ ഓപ്പണിങ് ചെയ്തതാണ്.
അപ്പോൾ ആദ്യം ഉള്ളതിനേക്കാളും അത്യാവശ്യം പാർക്കിംഗ് സൗകര്യമുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പർച്ചേസിങ്ങും ഒരുമിച്ച് ആക്കാം. കാരണം തൊട്ടടുത്ത് തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ മീൻ, ഇറച്ചി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് കുറച്ച് വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. Paling